കേരളത്തിൽ ഒരു സീറ്റിൽ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ സീറ്റ് മറ്റൊന്നുമല്ല, പാലക്കാട് സീറ്റ്. തങ്ങളുടെ തുറുപ്പ് ചീട്ടായ ശോഭാ സുരേന്ദ്രനെ BJP പാലക്കാട് മത്സരിപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ പാലക്കാട് സീറ്റിൽ കേരളത്തിലെ ഏറ്റവും തീപ്പൊരി വനിതാ നേതാവ്, BJPയുടെ ഏറ്റവും ജനകീയ മുഖം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക തന്നെ ചെയ്യും. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാനെത്തുമെന്നുള്ള സൂചനകൾ വന്നതോടെ വലിയ ആവേശത്തിലാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ. പാലക്കാട് ശോഭാ സുരേന്ദ്രന് അപരിചിതമല്ല. പാലക്കാട് വർഷങ്ങൾ നീണ്ട പ്രവർത്തന പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. 2016 BJPക്ക് ഏറ്റവും തിളക്കമാർന്ന ഒരു മത്സരം കാഴ്ചവെച്ചത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ്. 40,000-ലധികം വോട്ടാണ് 2016 പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നേടിയത്. അന്ന് ഷാഫി പറമ്പിൽ 57,000 വോട്ട് നേടി വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. ആ 2016 നിന്ന് 2026 എത്തുമ്പോൾ 10 വർഷം പിന്നിടുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ പ്രതിച്ഛായ എവിടെ നിൽക്കുന്നു? ശോഭാ സുരേന്ദ്രൻ്റെ പ്രതിച്ഛായ, NDAയുടെ പ്രതിച്ഛായ, BJPയുടെ പ്രതിച്ഛായ എവിടെ നിൽക്കുന്നു എന്നുള്ളത് താരതമ്യം ചെയ്താൽ മാത്രം മതി വ്യത്യാസം മനസ്സിലാകാൻ. പാലക്കാട് എന്നും BJPയെ നെഞ്ചേറ്റിയിട്ടുള്ള, BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. 2016 40,000-ലധികം വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി. 2021 എത്തുമ്പോൾ ഷാഫി പറമ്പിൽ 54,776 വോട്ടും E. ശ്രീധരൻ, മെട്രോമാൻ എന്നറിയപ്പെടുന്ന E. ശ്രീധരൻ BJPക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ 50,220 വോട്ടും നേടി. അങ്ങനെ കേവലം 3,859 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഒരു ഘട്ടത്തിൽ E. ശ്രീധരൻ വിജയിക്കുമെന്ന് വരെ അന്ന് വിചാരിച്ചതാണ്. പല ഘട്ടങ്ങളിലും കൗണ്ടിങ്ങിൽ E. ശ്രീധരൻ മുന്നിൽ വന്നതുമാണ്. എന്നാൽ പാലക്കാട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ക്രോസ് വോട്ടിംഗ്, അത് BJP എവിടെയാണോ കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളത് ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ക്രോസ് വോട്ടിംഗ് പാലക്കാടും ഉണ്ടായി. അതിൻ്റെ ഫലമോ CPMന് വളരെ കുറവ് വോട്ട് നേടുകയും CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് 25,000-ൽ താഴെ വോട്ടുണ്ടാവുകയും ആ വോട്ട് കൂടി ഷാഫി പറമ്പലിന് ലഭിക്കുകയും കേവലം 3,859 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ച് കയറുകയും ചെയ്തു. ഷാഫി പറമ്പിലിൻ്റെ ജനകീയതയെക്കുറിച്ച് നമ്മൾക്ക് തർക്കമില്ല. കാരണം പാലക്കാട് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഷാഫി പറമ്പിൽ. പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഒരാൾ, ഒരു സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണയുള്ള ആൾ, കോൺഗ്രസിലെ യുവ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അവർക്ക് ഏത് സമയവും ബന്ധപ്പെടാവുന്ന, അവരുമായിട്ട് ഏറ്റവും അധികം സംവദിക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അത് ഒരു ഭാഗത്ത്. അങ്ങനെ 2021 വളരെ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു BJP സ്ഥാനാർത്ഥി E. ശ്രീധരൻ. അവിടെ 2025 എത്തുമ്പോൾ, അവിടെ ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ ആ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി വരണമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രാദേശികമായ BJP നേതാക്കളും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും JP നദ്ദയ്ക്കും ഒക്കെ കത്തെഴുതി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്തോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മണ്ഡലത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് C. കൃഷ്ണകുമാർ മത്സരിക്കട്ടെ എന്നാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിരാശാജനകമായിരുന്നു. 40,000 വോട്ട് പോലും സമാഹരിക്കാൻ C. കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല. 39,000 ചില്ലുവാനം വോട്ടുകൾക്ക് C. കൃഷ്ണകുമാറിന് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അവിടെയും CPMന് തൊട്ടു മുൻപത്തേക്കാൾ വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ 58,000-ഓളം വോട്ട് നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച്, ഷാഫി പറമ്പലിനെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കയ്യും മെയ്യും മറന്നവിടെ പോരാടി ആ രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ചു. അതിനുശേഷം സംഭവിച്ചതോ, കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എടുക്കാച്ചരക്കായി മാറി. കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ പേരുദോഷമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു നമ്മൾ കണ്ടു. എത്രയോ സ്ത്രീ പീഡന പരാതികൾ, എത്രയോ സ്ത്രീ പീഡന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ മണ്ഡലത്തിൽ ഇറക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിന് തീരുമാനിക്കേണ്ടി വന്നു. കാരണം ഇത്തരമൊരു പേരുദോഷമുള്ള, ഇത്തരമൊരു സ്വഭാവ ശുദ്ധിയില്ലാത്ത നേതാവിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം എതിരാകുമെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാടുള്ള വേദികളിൽ
നിന്ന് കോൺഗ്രസ് ബോധപൂർവം മാറ്റി നിർത്തി. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ആര് നിന്നാലും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഇത്രത്തോളം സ്വഭാവ വൈകൃതമുള്ള, ഇത്രത്തോളം സ്വഭാവശുദ്ധിയില്ലാത്ത, ഇത്രത്തോളം സ്ത്രീ പീഡന ആരോപണങ്ങളിൽപ്പെട്ട ഒരു നേതാവിനെ എന്തിന് കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചു? കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയും? ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ്. ഇനി ആരെ കൊണ്ട് നിർത്തിയാലും, ഷാഫി പറമ്പലിനെ കൊണ്ട് നിർത്തിയാൽ പോലും പഴയ പ്രതാപം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനറിയാം. നിഷ്പക്ഷരായിട്ടുള്ള പാലക്കാട്ടെ വലിയൊരു വിഭാഗം വോട്ടർമാർ കോൺഗ്രസിന് കാലങ്ങളായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ നിഷ്പക്ഷ വിഭാഗവും കോൺഗ്രസിലെ തന്നെ പുരോഗമന ചിന്താഗതിക്കാരും കോൺഗ്രസിനെ പാലക്കാട് കൈവിടുമെന്നുള്ളത് കോൺഗ്രസ് തന്നെ ഭയക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സീറ്റിൽ പാലക്കാട് മത്സരിക്കാൻ വലിയ തിരക്കോ വലിയ ബഹളമോ വലിയ ആവേശമോ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു അവസരത്തിലാണ് പാലക്കാടേക്ക് ശോഭാ സുരേന്ദ്രൻ തിരിച്ചു വരുന്നത്. 2016 ചരിത്രമെഴുതിയ 40,000-ലധികം വോട്ട് നേടിയ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി പാലക്കാടേക്ക് എത്തുമ്പോൾ ആ 40,000 55,000 വോട്ടാക്കി മാറ്റാൻ ശോഭാ സുരേന്ദ്രന് നിഷ്പ്രയാസം കഴിയുമെന്നുള്ളത് ഏവർക്കും അറിയാം. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി പാലക്കാട് വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിജയിച്ച് കയറും എന്നുള്ള അനുമാനത്തിലേക്ക് മാധ്യമങ്ങൾ എത്തുന്നത്. മാധ്യമങ്ങളുടെ അനുമാനം മറ്റൊന്നുമല്ല. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്തു, കേരളത്തിൽ 5 മുതൽ 6 വരെ സീറ്റുകൾ BJP വിജയിക്കും. അതിൽ ഒരു സീറ്റ് പാലക്കാട് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണവർ. പാലക്കാട് വീണ്ടും തൻ്റെ പ്രവർത്തന മണ്ഡലമാക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെത്തി മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. തൊട്ടു മുൻപ് തൻ്റെ സ്ഥിരം പ്രവർത്തന മണ്ഡലമല്ലായിരുന്നിട്ടും ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം ആ നിർദ്ദേശം ഏറ്റെടുത്തു. ആലപ്പുഴയിലെത്തി. ദിവസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ ആലപ്പുഴയെ ഇളക്കി മറിച്ചു ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ആലപ്പുഴയുടെ പ്രിയപുത്രിയായി. ആലപ്പുഴയിൽ BJPക്ക് NDAക്ക് 3 ലക്ഷം വോട്ടെന്ന ചരിത്ര നേട്ടമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ആ ശോഭാ സുരേന്ദ്രൻ വീണ്ടും തൻ്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയാക്കി കേന്ദ്രീകരിച്ചിരുന്നതാണ്. കായംകുളത്തോ ചേർത്തലയിലോ ഒക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നു. കായംകുളത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ വലിയ ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതാണ്. ഈ 2 മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രന് ജയസാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതിനിടയിലാണ് ഏറ്റവും പുതിയ ചില സൂചനകൾ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സീറ്റ് ഉറപ്പിക്കുന്നു. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങളൊക്കെ തന്നെയും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് പ്രതിഷ്ഠിക്കുകയാണ്. എന്തായാലും അത്തരമൊരു തീരുമാനം BJPയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമായ തീരുമാനമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP പ്രവർത്തകർക്കൊപ്പം സ്ത്രീകളും യുവ വോട്ടർമാരും ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ അണിനിരക്കും. അടുത്ത നിയമസഭയിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു MLAയുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാനും ആരെയും ഭയക്കാതെ സത്യം വിളിച്ചു പറയാനുമുള്ള ആർജവമാണ് ശോഭാ സുരേന്ദ്രനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഏതു മണ്ഡലത്തിൽ പോയാലും ആ മണ്ഡലത്തെ ഹൃദയത്തിലെടുക്കാൻ, ജനങ്ങളുമായി ഇത്രയധികം അടുത്ത് ഇടപഴകാൻ, ജനങ്ങളെ ഇത്രയധികം ചേർത്ത് നിർത്താൻ, ജനങ്ങളുമായി ഹൃദയത്തോട് ഹൃദയം സംവദിക്കാൻ കഴിയുന്ന അപൂർവം ചില നേതാക്കളുടെ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്കറിയാം, കഴക്കൂട്ടത്ത് മത്സരിച്ചു, തൊട്ടു മുൻപത്തേക്കാൾ ഇരട്ടി വോട്ട് നേടി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, തൊട്ടുമുമ്പത്തേക്കാൾ ഏറെ ഇരട്ടി വോട്ട് നേടി. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ചു, തൊട്ടുമുമ്പത്തേക്കാൾ ഇരട്ടി വോട്ട് നേടി. അങ്ങനെ എവിടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, വടക്ക് നിന്ന് തെക്ക് റബ്ബർ പന്തെറിയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞാലും അവിടെയൊക്കെ ചെന്ന് പറ്റിപ്പിടിച്ച് ചുറ്റുമുള്ളതെല്ലാത്തിനെയും തന്നിലേക്ക് അടുപ്പിക്കാനും ഒടുവിൽ അവിടെ തഴച്ചു വളരാനുമുള്ളൊരു കഴിവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണക്കുകൾ കൂടി BJPക്ക് അനുകൂലമാണ്. BJPക്ക് അതിശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി വരികയും ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവവും കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ ഒരു നാഴികക്കല്ലാവുമെന്നുള്ള പ്രചരണങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ വലിയ പ്രവർത്തനവും ഒക്കെ കൂടി ചേരുമ്പോൾ പാലക്കാട് കുറി താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.